നമ്മൾ ഇന്ന് 10 രൂപയുടെ തുടങ്ങി 1000 രൂപ വരെ വില വരുന്ന ഫുട്ബോൾ കാർഡ്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് 8 പാക്കാണുള്ളത്. 15 രൂപയുടെ മാച്ച് അറ്റാക്സിന്റെ 2016-17 സീസണിൽ തുടങ്ങി. നമ്മുടെ കയ്യിൽ ഒരു മിസ്റ്ററി പാക്ക് 1000 രൂപയുടെ വരെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മാച്ച് അറ്റാക്സിന്റെ 2016-17 സീസണിലെ പാക്കാണ്. ഇത് ആക്ച്വലി ഇന്ത്യൻ മെയ്ഡ് പാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാക്കിന് ഇത്രയും വില കുറവും ഉള്ളത്. 5 കാർഡാണ് ഈ പാക്കിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ കാർഡ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ മിക്കതറിയാൻ. ഓക്കെ, സ്കോഡാൻ, ക്രെയ്ഗ് ഡോഗ്സൺ ആൻഡ് സ്പെഷ്യൽ കാർഡ്. നൈസ്, പോൾ പോഗ്ബ 100 ക്ലബ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് പാക്കിൽ നിന്ന് കിട്ടിയ സ്പെഷ്യൽ കാർഡ്. ഇനി രണ്ടാമത്തെ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയുടെ സെയിം ഇന്ത്യൻ മെയ്ഡ് മാച്ച് അറ്റാക്സ്. പക്ഷെ ഇത് 2023-24 സീസണിലെയാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിലൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാർഡുകൾ കിട്ടുള്ളൂ. അതുപോലെ ഒരു സ്പെഷ്യൽ കാർഡ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, 2 സ്പെഷ്യൽ കാർഡ് ഉണ്ട്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. കെവിൻ ട്രാപ്പ്, മെൻഡി, അഗ്വേഡ്. ഓ നൈസ്, പെഡ്രിയുടെ സിഗ്നേച്ചർ സ്റ്റൈല്. ആൻഡ് ലാസ്റ്റ് വൺ ബാറ്റ്ലർ ഗവി. ഓക്കെ, ഇതൊരു ബാർസലോണ സ്പെഷ്യൽ പാക്ക് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് പാക്ക് നമ്മുടെ ഈ പാക്ക് 100 രൂപയാണ് വരുന്നത്. നമ്മൾ ചാനലിൽ പലതവണയായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അഡ്രിനാലിൻ എക്സലിന്റെ പാക്ക് 100 to 120 രൂപ ആണ് ഇതിന് ഏകദേശം വരുന്നത്. കാരണം 1 പൗണ്ട് ആണ് ഇതിന്റെ വില. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴുള്ള കാശാണ്. ഓക്കെ, 3 കാർഡ് ഫ്രണ്ടിലോട്ട് വയ്ക്കാം. യെസ്, മൊയ്സസ് കൈസേഡോ, ടോം കേനി, ഹോയ്ലോൺ, നൈസ്, റിച്ചു, ട്രാഫോർഡ് ആൻഡ് വില്ല പാർക്ക്. ഓക്കെ, പവർ ഹൗസ് ആൻഡ് ഫൈനൽ കാർഡ് ഹോട്ട് ഷോട്ട് ഹോയ്ലോണ്ട്. ദാറ്റ്സ് റിയലി നൈസ് വൺ. ഓക്കെ, അപ്പോൾ ഇതിലെ സ്പെഷ്യൽ കാർഡുകൾ നമുക്ക് ഇവിടേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം നമ്മുടെ ഏത് പാക്കായിരുന്നു ബെറ്റർ എന്ന്. ആൻഡ് അടുത്ത പാക്ക് യൂറോന്റെ ആണ്, 2024 യൂറോ. ഇതിന് ആക്ച്വലി ഏകദേശം 250 to 300 രൂപ വരെയാണ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് വേൾഡ് കപ്പ് ഫൈനലാണ്. നമ്മൾ ഗോൾഡൻ സ്കോറർ ഹാരി കെയ്ൻ ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നൈസ്. ആൻഡ് ഓൾസോ വി ഗോട്ട് മാർഗയി, അൾട്ടിമേറ്റ് 11 സിദാൻ. ഇത് അത്യാവശ്യം നല്ല പാക്കായിരുന്നു. ഇപ്പം എന്തായാലും ഈ പാക്കാണ് ലീഡിൽ നിൽക്കുന്നത്. നല്ല കാർഡുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പാക്കാണ് ലീഡിൽ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പാക്കുകൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈ മാച്ച് അറ്റാക്സിന്റെ പാക്കിന് 400 രൂപയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ചാനലിലെ വേൾഡ് കപ്പ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഈ സീരീസ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതിന് പകരം വീക്കിലി 1 or 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ ഇന്നത്തെ പോലെ ലോങ് വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, സ്പെഷ്യൽ വൺസ് എർലിംഗ് ഹാലൻഡ്, ദാറ്റ്സ് വെരി നൈസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഹെറിറ്റേജ് കാർഡ്. നെക്സ്റ്റ്, ഓക്കെ, വൈൽഡ് കാർഡ്, മാൻ ഓഫ് ദി മാച്ച്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഓക്കെ, ഇൻഫിനിറ്റി. നൈസ്. ഇത് 1 in 32 പാക്സ് ആണ് വരുന്നത്. ഇൻഫിനിറ്റി ലെവൻഡോസ്കി കാർഡ്, റിയലി നൈസ് കാർഡ്. നമുക്ക് എന്തായാലും സ്ലീവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കിട്ടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് അത് തന്നെയാണ്, ലെവൻഡോസ്കി. ആൻഡ് നെക്സ്റ്റ് പാക്ക്. ഓക്കെ, ഈ പാക്ക് 600 രൂപയാണ് വില വരുന്നത്. ഇതിന് ആക്ച്വലി ഇറങ്ങിയ ടൈമിൽ അത്രയും കാശില്ലായിരുന്നെങ്കിൽ പോലും ഇതിന്റെ വിൻറ്റേജ് ആയതുകൊണ്ടും പിന്നെ 2001-2002 സീസൺ അത്രയും പഴക്കമുള്ളത് കൊണ്ടും ഈ പാക്കിന് ഇപ്പോൾ റീസെയിൽ വാല്യൂ കൂടുതലാണ്. എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ കണ്ടാൽ മനസ്സിലാവും ഈ പാക്കും അതുപോലെ ഇപ്പോഴത്തെ പാക്കും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ പാക്ക് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. ഇപ്പോഴത്തെ പാക്കുകളിൽ എല്ലാം പേപ്പറാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. നമ്മുടെ ഇന്ത്യൻ പാക്കുകളിലും പ്ലാസ്റ്റിക് ആയിരുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് കാർഡുകൾ നമ്മൾ മാറ്റാതെ ആക്ച്വലി ഗെയിം കളിക്കാനുള്ള കാർഡാണ്, വേറെ ഒന്നുമല്ല. മാത്യു ഓക്ലി, ആഷ്ലി കോൾ. ഓക്കെ, യെസ്, ടോട്ടനം കാർഡ്.
ബാക്ക് ടു ബാക്ക്, റിയലി നൈസ്. ജോൺ പല പ്ലേയേഴ്സിനും അറിയും കൂടിയില്ല, എന്നാലും നമുക്കിങ്ങനെ അറിയുന്ന ചിലരെ കാണുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്. ഓക്കെ, ഇതാണ് കാർഡുകൾ. ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും അറിയില്ല. പിന്നെ ഇതൊരു കളക്ടേഴ്സ് കാർഡ് ആയതുകൊണ്ടും അതുപോലെ ഗെയിം കളിക്കാനുള്ള കാർഡ് ആയതുകൊണ്ടും വളരെ ടോപ്പ് പ്ലേയേഴ്സ് മീൻസ് ടോപ്പ് കാർഡുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇത് പേഴ്സണൽ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇതിവിടെ വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഇനി 2 കാർഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് വേൾഡ് കപ്പിന്റെ പാക്കാണ്. 800 രൂപയാണ് ഈ പാക്കിന് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ വേൾഡ് കപ്പ് പാക്ക് ഒരെണ്ണം ഓൾറെഡി ഓപ്പൺ ചെയ്തിരുന്നു ഈ ചാനലിൽ. നമുക്ക് എന്തായാലും ഇതിൽ 26 കാർഡാണ് വരുന്ന ഫാറ്റ് പാക്ക് ആണ്. നല്ല കാർഡ് കിട്ടുമോ നോക്കാം. പെട്ടെന്ന് ഓടിച്ചു പോകാം ബേസ് കാർഡിലൂടെ. നൈസ്, ക്രിസ്റ്റ്യാനോ റൊമേറോ, കീപ്പിംഗ് ഇറ്റ്. അതാണ് കെ പെലിസ്ട്രി, ഡെക്ലാൻ റൈസ്, ആന്റണി റോബിൻസൺ, നീൽ, ആലൻ ഗിൽമോ, ടൊണാലി, കീപ്പിംഗ് ഇറ്റ് അഗൈൻ. ഇറ്റലി വേൾഡ് കപ്പിൽ ഇല്ലെങ്കിൽ പോലും ഇറ്റലിയുടെ പ്ലേയേഴ്സിന്റെ കാർഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഗോൾ മെഷീൻ, ജൂലിയൻ അൽവാരസ്. ഇനിയുള്ളതെല്ലാം സ്പെഷ്യൽ കാർഡ്സ് ആണ്. ഹോപ്പ്ഫുള്ളി നമുക്ക് എറ്റേണോസ് കിട്ടും. ഉറുഗ്വായ്, പവർ അപ്പ്, ടോപ്പ് കീപ്പർ നൈസിമോൺ, ഇംഗ്ലണ്ട് 3 ലയൺസ്. റിയലി നൈസ്. ദാറ്റ്സ് റിയലി ഗുഡ് കാർഡ്. ഒസീഞ്ഞ, keeping it. Erling Haaland icon. Okay. Shashi. Okay. And normal hero card. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഈ പാക്കിലൂടെ കിട്ടിയ കാർഡുകൾ. എർലിംഗ് ഹാലൻഡ് ആൻഡ് ഒസീഞ്ഞ ആണ് ടോപ്പ് കാർഡ് ഞാൻ റേറ്റ് ചെയ്യുന്നതിൽ. നമുക്കിതിന് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കൊടുക്കാം. എനിക്ക് ഉറപ്പില്ല വാല്യൂ ഉണ്ടോ എന്ന് എത്രത്തോളം. അപ്പോൾ എനിവേ, നമ്മുടെ ലാസ്റ്റ് പാക്ക് ഞാൻ മുന്നേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മിസ്റ്ററി പാക്കാണ്. ഇതിൽ നമുക്ക് മേ ബി നമ്മൾ ലക്കി ആണെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ നമ്പർ, അതും അല്ലെങ്കിൽ പാച്ച്, ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 2 കാർഡുകൾ സ്ലീവ്ഡ് ആണ്. സ്ലീവ്ഡ് മാത്രമല്ല ഒരു ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഫസ്റ്റ് വൺ ഓവൻ ഗോൺസാലസ്, യൂസഫ് ഡെലീലി. ഇതെല്ലാം റുക്കി കാർഡാണ്. ഫസ്റ്റ് രണ്ടെണ്ണം ഒലീസെ. ഓക്കെ, പാബ്ലോ ബാരിയോസ്, ലൂക്കാസ് കാമ്പോസ്, ഇവാൻ നിൽസൺ, ഹാനിബൽ മെജിബ്രി യുണൈറ്റഡ്, ഡേവിഡ് അലബ, ടി കറ്റ്ലാരെ, and okay, that's nice one. Savvy numbered ഒന്നല്ല, but that card is really cool. Okay, and Bino Gittins rookie card. Next one, Endrick. Wow, Endrick rookie. Nice. നല്ല കാർഡാണ്. നമ്പേർഡും കാര്യങ്ങളൊന്നുമല്ല. ജോനാസ് ഹോഫ്മാൻ, നമ്മുടെ ഫസ്റ്റ് സ്പെഷ്യൽ കാർഡ്. എനിക്ക് അറിയില്ല ഇത് നമ്പേർഡ് ആണോ എന്താണോ എന്നുള്ളത്. നമുക്ക് ലാസ്റ്റ് കാർഡ് ഒന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ജോനാസ് ഹോഫ്മാൻ ഔട്ട് ഓഫ് 150. നോട്ട് ബാഡ്, ബട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇതിൽ ഇനി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് കാർഡിലാണ്, നമ്മുടെ കാശ് പോയോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം. അഗൈൻ ഏതാ പ്ലെയർ നോക്കാം. ഇന്റർനാഷണൽ ഇങ്ക്. ഓക്കെ, ഇങ്ക് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് സൈൻഡ് കാർഡാണ്. ലെറ്റ്സ് ചെക്ക്. യെസ്, ഹിമിനസ് നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡിലെ ലെജൻഡാണ്. സൈൻഡ് കാർഡ് ആയിക്കഴിഞ്ഞാൽ അടിപൊളി. ഓക്കെ, യെസ് 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 യെസ്, നമ്മുടെ ഫസ്റ്റ് സിഗ്നേച്ചർ കാർഡ് കിട്ടിയിട്ടുണ്ട്. യെസ്, പൊളി. That's really cool. That is cool. Okay, സാധാരണ നോർമൽ പ്ലെയർ ഒന്നല്ല, പുള്ളി കിടിലനാണ്. ഔട്ട് ഓഫ് 99. Okay, I'm keeping it. That's really nice. Yes, അടിപൊളി കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഈ ഒരൊറ്റ കാർഡ് കൊണ്ട് നമ്മുടെ 2000-ന്റെ പാക്ക് ഒറ്റയടിക്ക് ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമുക്ക് അത്രയും കിടിലൻ. ആഹാ, ലൈക്ക് എനിക്ക് സിഗ്നേച്ചർ ഇതിൽ നമുക്ക് അറിയാം മിസ്റ്ററി പ്ലെയർ ആണ്, സിഗ്നേച്ചർ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിക്കാതെ കിട്ടിയെന്നല്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്ലെയറിനെ നമ്മൾ വിചാരിക്കുന്നില്ല. അതാ ടോപ്പ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു പ്ലെയറും കൂടിയാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഫസ്റ്റ് ഓട്ടോഗ്രാഫ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സീരീസിലെ. ഈ സീരീസിന്റെ ലാസ്റ്റ് ഡേയും കൂടി ആയിരുന്നു എന്തായാലും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൂടുതൽ കാർഡുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അടിപൊളി കാർഡുകൾ നമ്മുടെ ഫുട്ബോൾ പാക്ക് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നെക്സ്റ്റ് വീക്ക് എന്തെങ്കിലും മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും നല്ലൊരു പാക്കുമായിട്ട് കാണാം. ബൈ.